നമസ്കാരം. നക്ഷത്ര രാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു ശുഭഗ്രഹം പാപക്ഷേത്രത്തിൽ പോയി നിന്നാലും അല്ലെങ്കിൽ പാപഗ്രഹവുമായി കൂട്ടുപിടിച്ചു നിന്നാലും ആ ശുഭഗ്രഹത്തിന് അതിൻ്റേതായ ഫലങ്ങൾ പൂർണ്ണതയിൽ ജാതകനിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് അനുഭവങ്ങൾ പറയുന്നത്. ആചാര്യന്മാരുടെ അഭിപ്രായത്തിലും അതങ്ങനെ തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ വ്യാഴത്തിൻ്റെ നിലയാണ്. വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് മേടം രാശിയിലാണ്. മേടം രാശിയുടെ ഉടമയായ ചൊവ്വ വ്യാഴത്തിൻ്റെ ഉറ്റ ബന്ധുവാണെങ്കിൽ പോലും പാപക്ഷേത്രമായ ചൊവ്വയിൽ നിൽക്കുമ്പോൾ എന്തോ വ്യാഴത്തിന് ചില അസ്കിതകളുണ്ട് എന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ ഫലങ്ങൾ മേടക്കൂറുകാരെ സംബന്ധിച്ചും മറ്റു പല അനുകൂല കൂറുകാരെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. മേടക്കൂറിന് വ്യാഴം അനുകൂലമല്ലെങ്കിൽ പോലും അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന പലർക്കും ആ ഗുണം കിട്ടാത്തത് ഒരു പക്ഷേ വ്യാഴത്തിൻ്റെ ഈ പാപക്ഷേത്ര സ്ഥിതി, അതുപോലെ ശനിയുടെ വീക്ഷണത്തിൽ നിൽക്കുന്നു. ശനിക്ക് 3-ലേക്കും 7-ലേക്കും 10-ലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 3-ാം ഭാവത്തിലെ ദൃഷ്ടി കുംഭത്തിൽ നിന്ന് കുംഭം, മീനം, മേടത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ നോക്കുന്നതിനാൽ വ്യാഴത്തിന് അവിടെയും ഒരു അവസ്ഥ, പാപബന്ധം വരുന്നുണ്ട്. അതുകൊണ്ടാവണം വ്യാഴത്തിൻ്റെ നിർജീവമായ അവസ്ഥ കഴിഞ്ഞ ഒരു വർഷം 2023 മുതൽ 2024 മെയ് 1 വരെയുള്ള കാലം. ഇനി പോകുന്നത് ശുഭക്ഷേത്രത്തിലും ശനിയുടെ വീക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലുമാണ്. അതുകൊണ്ട് വ്യാഴം കൂടുതൽ തരുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. 2024 മെയ് മുതൽ 2025 ഏകദേശം മെയ് വരെ. ഇനി നമുക്ക് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 2 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിൽ നിന്നും വിദേശത്ത് പോകുന്ന മക്കളുടെയോ അല്ലെങ്കിൽ ആശ്രിതരുടെയോ കാര്യങ്ങളിൽ ചെറിയ ചില ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്ന ഒരു ആഴ്ചയാണിത്. പ്രധാനമായും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അതല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാകുന്ന ചെറിയ ആകുലതകൾ വീട്ടുകാരുമായി ആശ്രിതരുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിഷമമോ ഒക്കെ ആകാം അടിസ്ഥാനപരമായി കാരണം. എന്നാലും പൊതുവെ ഈ കൂറുകാരുടെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കുന്നതായി കാണുന്നില്ല. പ്രത്യേകിച്ചും കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ അല്ലെങ്കിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ മാതൃകുടുംബത്തിൽ നിന്നോ പിതൃകുടുംബത്തിൽ നിന്നോ കിട്ടുന്ന വരുമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചില സഹായങ്ങളോ, സാമ്പത്തിക സഹായങ്ങളോ മറ്റു സഹകരണങ്ങളോ ഒക്കെ ഈ ആഴ്ചയും നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രധാനമായും ഇവരുടെ ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതം ഈ ആഴ്ച വളരെ ഗുണകരമായിട്ട് കാണുന്നു. സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ അല്ലെങ്കിൽ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അപേക്ഷകൾ സമ്മതിച്ച് കിട്ടുന്ന, അനുകൂലമായി അതിന് മറുപടി കിട്ടുന്ന ഒരു വാരം കൂടിയാണിത്. പ്രത്യേകിച്ചും വായ്പ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പ അനുവദിച്ച് കിട്ടുന്ന ഒരു വാരമാണ്. അതുപോലെ തന്നെ തങ്ങൾക്കുണ്ടാകുന്ന കടക്കണിയിൽ നിന്ന് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുന്ന തരത്തിൽ സാമ്പത്തികമായിട്ട് ഇവർക്കൊരു ഭദ്രതയുണ്ടാകുന്നതാണ്. തങ്ങളുടെ പണം കടബാധ്യതയ്ക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽ നിന്ന് മറ്റുള്ളവർ വാങ്ങിക്കൊണ്ടുപോയ പണമോ മറ്റു ദ്രവ്യങ്ങളോ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. അതുകൊണ്ട് പൊതുവെ സാമ്പത്തികമായ കാര്യത്തിലും മറ്റ് വസ്തുക്കളുടെ കാര്യത്തിലുമൊക്കെ വലിയ ദോഷങ്ങളൊന്നുമില്ല. എന്നാൽ ശത്രുസ്ഥാനത്തുള്ളവരുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ വിമർശിക്കുന്നവരുടെ ചില കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില മാനസിക വിഷമങ്ങൾ ഈ ആഴ്ച ഇവർ അനുഭവിക്കേണ്ടി വന്നേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ആരോപണ വിധേയരാകുന്ന അവസ്ഥ കാണുന്നു. സ്വയം ഒരു വിമർശനം നടത്തുന്നതിന്, ആത്മവിമർശനം നടത്തുന്നതിനുള്ള വാരം കൂടിയാണ് ഇത് എന്ന് മേടക്കൂറുകാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ അവർക്ക് ഏകദേശം പകുതിയോളം ദിവസങ്ങളെങ്കിലും മാനസികമായ ചില വിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ സാമ്പത്തികമായോ മറ്റു കാര്യങ്ങളിലോ ദോഷമൊന്നും തന്നെ കാണുന്നില്ല. യാത്രാ സംബന്ധമായും ഗുണം കാണുന്നു, പ്രവർത്തന സംബന്ധമായും ദോഷമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച ചെറിയ ചില മാനസിക വിഷമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 26, 27, 28, 29 പിന്നെ മാർച്ച് 1 ദിവസങ്ങൾ നല്ലതാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും വിദേശത്ത് പോകാനുള്ള സാധ്യതകൾ തെളിയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയോ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുകയോ ചെയ്യാനിടവരും. പഠന സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടാകാം അത് സംഭവിക്കുക. മാതാവ് പിണങ്ങി നിന്നിരുന്ന മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളിൽ നിന്നോ, രക്തത്തിൽപ്പെട്ട ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഇവർക്ക് അനുകൂലമായ ചില വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. ആ പിണക്കമൊക്കെ മാറുകയും
കുടുംബം ഒത്ത്, അതായത് മൂല കുടുംബത്തിലെ തറവാട്ട് കുടുംബത്തിലെ ആൾക്കാരും ഒത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. പിണങ്ങി നിന്നത് മൂലം നഷ്ടപ്പെട്ടിരുന്ന ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലായ ചില അവസ്ഥകളൊക്കെ മാറുന്നതായിട്ട് കാണാം ഈ ആഴ്ച. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ ഈ ആഴ്ചയുടെ ഒടുക്കത്തെ 2 ദിവസങ്ങളിൽ തരണം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ മാനസിക വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. മറ്റു സഹകരണങ്ങൾ കുടുംബത്തിൽ മൊത്തത്തിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ചില നഷ്ടങ്ങൾ സഹിക്കാനുള്ളൊരു മാനസിക ശക്തി ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. പൊതുവേ കടബാധ്യതയിൽ നിന്നും മോചനം കാണുന്നു. അതുപോലെ തന്നെ തങ്ങളോട് ആഗ്രഹിക്കുകയും തങ്ങളെ ഈ നക്ഷത്രക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്ന തുക ഇന്നിവർക്ക് മനസ്സംതൃപ്തിയോടുകൂടി ചോദിച്ചവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. വിമർശനങ്ങളും മറ്റ് ശത്രുക്കൾ എന്ന് കരുതുന്നവരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഇന്ന് ഇവർക്ക് അതിന് മേൽക്കൈ എടുക്കാൻ സാധിക്കുന്നതുമാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. എന്നാൽ തൊണ്ട, ശ്വാസകോശ സംബന്ധമായ ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ അലർജിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജലജന്യം അസുഖം എന്നാണ് അതിനെ പൊതുവെ പറയുക. കഫപ്രകൃതി ഉള്ളവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. സൈനസൈറ്റിസ്, മൂക്കടപ്പ്, തൊണ്ടവേദന മുതലായ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു അവസ്ഥയും കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകമായ നിഷ്കർഷ പാലിക്കുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 1, പിന്നെ 2 ഈ 3 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഞായറാഴ്ച ദിവസം തുടക്ക ദിവസം തന്നെ ചില അപ്രതീക്ഷിതമായ യാത്രയോ ജോലി സംബന്ധമായ കാര്യത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടോ വന്നേക്കാം. ഇങ്ങനെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ 2 അവസ്ഥയിൽ, അതായത് ആശയക്കുഴപ്പം മൂലം അത് വേണോ ഇത് വേണോ എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ചാഞ്ചല്യാവസ്ഥ മാറുന്ന ഒരവസ്ഥ കാണുന്നു. ചില അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഇവരുടെ കർമ്മരംഗത്ത് കൂടുതൽ സജീവമായ വിജയത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബന്ധുക്കളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ ഇവർക്ക് സാമ്പത്തിക സഹായം കിട്ടുന്നതാണ്. യാത്ര, അതായത് അന്ന് പോയി അന്ന് തന്നെ മടങ്ങി വരുന്ന യാത്ര ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ ചില ആലസ്യത്തിലോ അഭിപ്രായ വ്യത്യാസത്തിലോ മാറി നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരെ അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുവരാനും അവരുമൊത്ത് വീണ്ടും തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ സമ്പുഷ്ടമാക്കാനും ഇവർക്ക് സാധിക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് പൊതുവെ പ്രവർത്തനപരമായ ഗുണം കാണുന്നു, സാമ്പത്തിക നേട്ടവും കാണുന്നു. ആഴ്ചയുടെ ഒടുക്കത്തെ 1-2 ദിവസം ശാരീരികമായ ചില അവശതയുണ്ടാകാം. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ ചില ആശയക്കുഴപ്പങ്ങളോ ചില അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്ന ചില പ്രത്യേക സഹായങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു. അത് സാമ്പത്തികമാവാം, അല്ലാതെ പ്രവർത്തനങ്ങളിലെ സഹകരണവുമാവാം. ഏതായാലും പൊതുവെ ഈ ആഴ്ച ഗുണകരം. പക്ഷേ സന്താനങ്ങളുടെയും അതുപോലെ തന്നെ ചില ആശ്രിതരുടെയും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25 നല്ല ദിവസമാണ്. പിന്നെ 2-ാം തീയതിയും താരതമ്യേന ഗുണകരമായ ദിവസമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ചില ധാരണകളും ചില പ്രശ്നങ്ങളും ഇവരെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. പ്രധാനമായും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ, അതുപോലെ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹുവിൻ്റെയും ദോഷങ്ങൾ ഇവരെ പിന്തുടരുന്നുണ്ട്. ആ കാര്യം മറക്കാതിരിക്കുക. പിതാവിന് ദോഷമോ അല്ലെങ്കിൽ യാത്രയ്ക്ക് തടസ്സമോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പൊതുവെ തടസ്സമുണ്ട്, പക്ഷേ തടസ്സങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ വിജയത്തിലെത്തും എന്ന് തന്നെ വിചാരിക്കണം. കാരണം അഷ്ടമരാശിയിലെ ശനിയുടെ സഞ്ചാരവും ഭാഗ്യസ്ഥാനത്തുള്ള രാഹുവിൻ്റെ നീക്കവും വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കേണ്ട ഒന്നാണ്. എന്നാൽ വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രവർത്തനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും. അതിൽ പക്ഷേ പലപ്പോഴും ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഈ രാശിയിൽപ്പെട്ടവർക്ക് തൃപ്തി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ശാപമായും 9-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷമായുമൊക്കെ ഇവർ സങ്കല്പിക്കും. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ജാഗരൂകരോടെ നിൽക്കുക, അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി നിൽക്കുക. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാൻ ശ്രമിക്കുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജോലിയിലൊരു മാറ്റം സംഭവിക്കാം. ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ തങ്ങളെക്കുറിച്ചുള്ള പരിഹാസമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ മനസ്സിന് ശക്തി കൊടുക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം. ചില മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ. അത് വരും ആഴ്ചകളിലും വരും മാസങ്ങളിലുമാണ് കൂടുതൽ പ്രകടമാകുക. അത് ഒരിക്കലും സാമ്പത്തികമായ ഒരു ദോഷത്തിനോ അല്ലെങ്കിൽ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈമനസ്യമോ വൈമുഖ്യമോ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് മുന്നോട്ട് സധൈര്യം പോവുക എന്നാണ് കർക്കിടകക്കൂറുകാരോട് പറയാനുള്ളത്. ഇപ്പോഴുള്ള ആലസ്യങ്ങളൊക്കെ തന്നെയും മാറും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയും അഷ്ടമത്തിൽ രാഹുവും 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്നു ജീവിതത്തിൽ. 7ാം ഭാവത്തിലെ ശനി കണ്ടകശനിയാകുമ്പോൾ കൂട്ടുപ്രവർത്തനങ്ങളിൽ, ബിസിനസ്സിൽ തന്നെ ഇവർക്ക് ചില ശാപങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സാധ്യതയുണ്ട്. ചില കുറവുകൾ ഉണ്ടാകാം, ചില പരാജയങ്ങൾ ഉണ്ടാകാം. അതുപോലെ 7ാം ഭാവം എപ്പോഴും കുടുംബമാണ്. പുരുഷ നക്ഷത്രക്കാർക്കാണെങ്കിൽ സ്വാഭാവികമായും അത് ഭാര്യയാണ്, അല്ലെങ്കിൽ ഇതിലെ സ്ത്രീ നക്ഷത്രക്കാരാണെങ്കിൽ അത് ഭർത്താവാണ്. അപ്പോൾ സ്വാഭാവികമായും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിലോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വഴക്കും ഉണ്ടായില്ലെങ്കിലും പരസ്പരം അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം. ജോലി സംബന്ധമായ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം. ഉദര സംബന്ധമായോ ജെനിറ്റൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടോ അസുഖങ്ങൾ ഉണ്ടാകാം. യാത്രയ്ക്ക് ചിലപ്പോൾ മുടക്കമുണ്ടാകാം. അന്യദേശത്തായാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവരെ ഇപ്പോൾ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഇവരെക്കുറിച്ച് അപവാദ കഥകൾ ഉണ്ടാകാം. ഇല്ലാത്തത് ചെയ്തു എന്നുള്ളതൊക്കെ ചിലപ്പോൾ പുറമെ പരക്കെ വ്യാപരിച്ചെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ രാഹുവിൻ്റെ മറ്റൊരു ദോഷം അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ ശാരീരികമായ അവശതയാണ്. ഒരസുഖവും ഇല്ലെങ്കിലും എന്തോ ഒരു ആലസ്യം ബാധിച്ചതുപോലെ, മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചതുപോലെ തോന്നാം. അത് പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യാം. എന്നാൽ ഇവിടെ അനുഗ്രഹമായി നിൽക്കുന്നത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥയാണ്. വ്യാഴം താരതമ്യേന ബലമാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആമുഖത്തിൽ സൂചിപ്പിച്ചു, ശനിയുടെ ദൃഷ്ടിയും പാപരാശിയിലെ നിലയും ഒരുപക്ഷെ വ്യാഴത്തിൻ്റെ ഗുണപരമായ സ്വാധീനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചെന്നിരിക്കാം. അതുകൊണ്ട് 9ൽ നിൽക്കുന്ന വ്യാഴത്തിന് ഈശ്വരകാരുണ്യം അനുഗ്രഹം ആയി വരാം, ഭാഗ്യം അനുഗ്രഹമായി വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിനും ഒരു കുറവുണ്ടായേക്കാം. അതുപോലെ 2ലെ കേതു തങ്ങളുടെ വാക്ക് തന്നെ ചിലപ്പോൾ പിഴച്ചെന്നിരിക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി ഓരോ കാര്യം ചെയ്യുമ്പോഴും നല്ലതാണോ, തനിക്ക് ദോഷം വരുമോ എന്ന് വിചിന്തനത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവരെ അനുഗ്രഹിക്കും. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25 ഗുണമുള്ള ദിവസമാണ്. പിന്നീട് 29, 1 നല്ല ദിവസങ്ങളാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അരഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥ തന്നെയാണ് പറയേണ്ടത്. 8ാം ഭാവത്തിൽ ഒരു ഗ്രഹവും നിൽക്കാൻ പാടില്ല. അത് ജനിക്കുന്ന സമയത്തായാലും ശരി, അല്ലാത്ത സമയത്തായാലും ശരി എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഗ്രഹം 8ൽ വന്നു പോകാതെ നിവൃത്തിയില്ലല്ലോ. 8ാം ഭാവം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റീസിൻ്റെയും സ്ഥലമാണ്. അതുകൊണ്ടാണ് മരണം 8ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒന്നാണ് നിധി. നമുക്ക് നിധി ഇന്ന ദിവസം കിട്ടുമെന്നറിയാൻ പറ്റത്തില്ല, ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒന്നാണ്. ഇത് രണ്ടും 8ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഒന്ന് നെഗറ്റീവാണെങ്കിൽ മറ്റൊന്ന് പോസിറ്റീവാണ്. പക്ഷേ ഇവിടെ ശുഭഗ്രഹം നിന്നാലും പാപഗ്രഹം നിന്നാലും അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഴം ഇവിടെ പകുതി പാപൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 8ാം ഭാവത്തിൽ പകുതി പാപനായ വ്യാഴം നിൽക്കുന്നതായും പകുതി ശുഭനായ വ്യാഴം നിൽക്കുന്നതായും പ്രതീക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ വ്യാഴത്തിൻ്റെതായ ഗുണങ്ങൾ കന്നിക്കൂറുകാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ പരാജയമോ മറ്റു തരത്തിലുള്ള കാലതാമസമോ ഉണ്ടാകുന്നത്. എന്നാൽ ഉടൻ തന്നെ അത് മാറിക്കിട്ടുന്നതാണ്. മേയോടുകൂടി വ്യാഴം 9ാം ഭാവത്തിലേക്ക് പോകും. ഈ ആഴ്ചയിൽ ഇവരുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ 7ൽ സഞ്ചരിക്കുന്ന രാഹുവും അതുപോലെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കേതുവും ചില പ്രത്യേക മാനസിക വ്യാപാരങ്ങളിലൂടെ കടന്നു പോകാൻ ഇവരെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രണയത്തിലകപ്പെടാം. ഏതെങ്കിലും തരത്തിലുള്ള തങ്ങൾക്ക് ചേരാത്ത വ്യക്തികളുമായി, തങ്ങൾക്ക് ചേരാത്ത ബന്ധങ്ങളുമായി ഇവർക്ക് ചിലപ്പോൾ അകപ്പെടേണ്ടി വന്നേക്കാം. അത്തരം അവസ്ഥകൾ മാനസികമായും ശാരീരികമായും ഒക്കെ ഇവരെ പീഡിപ്പിച്ചേക്കാം. താൽക്കാലികമായ സുഖവും ആനന്ദവും കിട്ടുമെങ്കിലും മറ്റുള്ളവരാൽ പിന്നീട് പരിഹാസം ഏൽക്കേണ്ടി വരുമെന്നൊരവസ്ഥ കാണുന്നുണ്ട്. 6ൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് ഗുണത്തെ കൊടുക്കും. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന ചില കുറവുകൾ, ചില ഇല്ലായ്മകൾ അതെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. സാമ്പത്തികമായി നേട്ടം കാണുന്നുണ്ട്. ഒരുപാട് നേട്ടം എന്നല്ല, തൽക്കാലത്തെ കാര്യങ്ങൾ നടന്നു പോകുന്ന തരത്തിലുള്ളൊരവസ്ഥ കാണുന്നു.
കടം കുറേയൊക്കെ ഇവർക്കിപ്പോൾ വീട്ടാൻ സാധിക്കുന്നതാണ്. തങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ, അതുപോലെ തങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് അപ്രീതി ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം സംഭവിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുപോലെ ശുക്രൻ്റെ 5ാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് ഗുണമാണ്. 6ൽ സഞ്ചരിക്കുന്ന സൂര്യനും അതുപോലെ തന്നെ ശനിയുമൊക്കെ ഇവർക്ക് ഗുണത്തെ തന്നെ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഭാഗ്യത്തിൻ്റെ കുറവാണ്. ഭാഗ്യമില്ലെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് പരാജയമോ അതൃപ്തിയോ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 2 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലെ വ്യാഴവും ശനിയുടെ 5ലെ നിലയും രാഹുവിൻ്റെ 6ലെ നിലയും ഒക്കെ നല്ലതാണ്. 12ൽ സഞ്ചരിക്കുന്ന കേതു ചിലവ് വർദ്ധിപ്പിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനവും ഇവർക്ക് കിട്ടും. കഴിഞ്ഞ കുറേ കാലമായി ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണം നൽകും. പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുനർനിർമ്മാണമോ അല്ലെങ്കിൽ വീട് ഇതുവരെയും ലഭിക്കാത്തവർക്ക് വീടുമായി ബന്ധപ്പെട്ടുള്ള ചില ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാനുള്ള സാധ്യതയും ഈ ആഴ്ചയൊക്കെ കാണുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാൻ ഇവർക്ക് വളരെ ഗുണകരമായ ഒരു അവസരം കിട്ടുന്നതാണ്. ചിലപ്പോൾ അതിന് തക്കവണ്ണമുള്ള തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമോ മറ്റുള്ളവരുടെ കുടുംബത്തിലുള്ള മറ്റ് അടുത്ത ബന്ധുക്കളുടെ സഹായമോ ഒക്കെ ലഭിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ യാത്ര ഗുണം കാണുന്നു. പുതിയ വാഹനം വന്നേക്കാം, അല്ലെങ്കിൽ വാഹനത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നേക്കാം. മാതൃ തറവാട്ടിൽ നിന്നൊക്കെ ഇവർക്ക് ഗുണകരമായ അവസ്ഥകൾ കാണുന്നു. മറ്റു ഗുണങ്ങളെന്ന് പറയുമ്പോൾ ജോലിസ്ഥലത്തും ഇവർക്ക് ചില ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ശാരീരികമായ ചില അവസ്ഥ, പ്രത്യേകിച്ചും ഉദര സംബന്ധമായ രോഗമോ നട്ടെല്ല് സംബന്ധമായ രോഗമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. തുട, അതുപോലെ കാൽമുട്ട് ഭാഗങ്ങളിലും ചെറിയ അവശതയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ. പിതാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പിതാവുമൊത്തുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിലുമൊക്കെ ചിലപ്പോൾ ചില കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25 ഗുണമുള്ള ദിവസമാണ്. പിന്നെ 29ഉം 1ഉം താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി പറയുന്ന വാക്കാണ്. അതുകൊണ്ട് പലർക്കും ആവർത്തന വിരസത തോന്നിയേക്കാം. എന്നാലും കാലം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പറയാതെ വയ്യ. 4ൽ സഞ്ചരിക്കുന്ന ശനി കണ്ടകശനിയാണ്. അതുപോലെ 6ൽ സഞ്ചരിക്കുന്ന വ്യാഴം പ്രതികൂലാവസ്ഥയിൽ നിൽക്കുകയാണ്. 5ാം ഭാവത്തിലെ രാഹു ഭാഗ്യത്തിന് തടസ്സമിടുമെങ്കിലും 5 ബുദ്ധിയുടെയും കൂടെ സ്ഥലമായതുകൊണ്ട്, രാഹു തീക്ഷ്ണബുദ്ധിയുടെ ആളുമായതുകൊണ്ട് ക്രിയേറ്റീവായ ചില ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ പുതിയ ചില ചിന്തകൾ കൊണ്ട് തങ്ങളുടെ കർമ്മരംഗത്തെ കൂടുതൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ കൂടുതൽ ഇവർക്ക് ദീപ്തമാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. എന്നാൽ 5ലെ രാഹുവിൻ്റെ ബുദ്ധി ചിലപ്പോൾ താൽക്കാലികമായിരിക്കാം. കുറേ കഴിയുമ്പോൾ ഈ പ്രവർത്തനത്തിൽ നിന്ന് ഇവർക്ക് പരിഹാസങ്ങളോ വിമർശനങ്ങളോ ഏൽക്കേണ്ടി വന്നേക്കാം. എന്നാലും തൽക്കാലത്തേക്ക് രാഹു ചില കൃത്രിമ ബുദ്ധികളോ ചില പ്രത്യേക ഊർജ്ജസ്വലമായ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഊർജ്ജസ്വലമായ ചില തീരുമാനങ്ങളോ കൈക്കൊള്ളാൻ ഇവരെ അനുവദിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ പെട്ടെന്നുള്ള ചില വിജയവും ഉണ്ടാകുന്നു. അതേസമയം തന്നെ ശത്രു വളരെ പ്രബലനായി ഇവരുടെ കൂടെയുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. എപ്പോഴും ഒരു വിമർശനത്തിൻ്റെ കൂരമ്പ് ഇവരുടെ നേരെ വരുമെന്നും ചിന്തിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് അസുഖത്തിൻ്റെ പേരിലാകാം. അതായത് ഇവർക്കും ഈ മോൺസ് വെനറിസ് ഭാഗത്തും ലോവർ അബ്ഡമിൻ ഭാഗത്തുമൊക്കെ കീഴ്വയർ ഭാഗത്തുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരികമായ അസ്വസ്ഥത കർമ്മരംഗത്തിന് ഒരു തടസ്സമായി മാറിയേക്കാനുള്ള സാധ്യത. അത്തരം തടസ്സങ്ങളോ വീഴ്ചകളോ ചിലപ്പോൾ കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയെ ബാധിക്കാം. അത് വിമർശനത്തിന് കാരണമാവുകയും ചെയ്യാം. അത്തരം കാര്യങ്ങൾ ചിന്തിച്ചു കൊള്ളണം. യാത്രയ്ക്ക് തടസ്സം കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. സഹോദരന്മാരിൽ നിന്ന് ഗുണം കാണുന്നു. സഹോദരന്മാരുടെ ജീവിത പങ്കാളികളുമായി ബന്ധപ്പെട്ട ചില പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങളുമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടം കാണുന്നു. പ്രത്യേകിച്ചും വിദേശ സംബന്ധമായ ജോലികളിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ചില പ്രവർത്തനങ്ങളിൽ നിന്നോ ഒക്കെ ഇവർക്ക് സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27, 28, 2 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും 10ൽ സഞ്ചരിക്കുന്ന കേതുവും
വ്യാഴത്തിൻ്റെ ഗുണവും അതുപോലെ ശനി 3-ൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഗുണത്തെയും സത്യത്തിൽ നഷ്ടപ്പെടുത്തി എന്ന് വേണം ചിന്തിക്കാൻ. പല ധനുക്കൂറുകാരും തങ്ങളുടെ തൊഴിലിടങ്ങളിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ കുടുംബത്തിൽ, തങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ വാഹനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബ ഭരദേവതകളുടെ അമ്പലങ്ങളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിഷമങ്ങൾ പറയുന്നതായി കാണുന്നുണ്ട്. 4 എന്ന് പറയുമ്പോൾ മാതാ, മാതുല, അന്യഗ്രഹ, വീട്ടുമൃഗ, വാഹന സുഖാനുഭവങ്ങൾ 4 കൊണ്ട് ചിന്തിക്കണമെന്നാണ്. അവിടെ നിൽക്കുന്നത് രാഹുവാണ്. അതുപോലെ അവിടെ നിന്നുകൊണ്ട് രാഹു 10ാം ഭാവത്തിലേക്ക്, തൊഴിലിടത്തിലേക്ക് നോക്കുന്നു. 10 കർമ്മസ്ഥലമാണ്. ഏത് പ്രവർത്തനങ്ങളും ജീവിക്കാൻ വേണ്ടിയും സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയും നടത്തുന്ന ചലനങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം കർമ്മം കൊണ്ട് ചിന്തിക്കണം. മനസ്സാ വാച കർമ്മണ, കർമ്മത്തിൻ്റെ ഭാവമാണ് 10. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ, മറ്റുള്ള ശത്രുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകേടോ ഒക്കെ ഇപ്പോൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കുക. രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക. ഗണപതിയെയും രാഹുക്കളെയും പ്രത്യേകം പ്രീതിപ്പെടുത്തുക. തങ്ങളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടാകാതിരിക്കാനും കുടുംബത്തിൽ സമാധാനം നിലനിർത്താനും സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ യാതൊരു അസ്വസ്ഥതയും ഉണ്ടാകാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങൾ ഇതാണ്. രാഹുകേതുക്കൾക്ക് പ്രത്യേകമായി പൂജ നടത്തുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29, 1 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മേയോടുകൂടി 5-ലോട്ട് പോകും. അപ്പോൾ വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലേക്കുള്ള പോക്ക് പലപ്പോഴും ഇവർക്ക് ഗുണകരമാണ്. ഭാഗ്യം അനുകൂലമായി മാറും. ഇപ്പോൾ 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മാതാവിന് ചെറിയ അവശതകൾ വരാമെങ്കിലും അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ദുഃഖമുണ്ടാകുമെങ്കിലും പൊതുവെ ഇവർക്കിപ്പോൾ ഗുണകരമാണ്. ജീവനുള്ള വസ്തുക്കൾക്ക് 4-ൽ നിൽക്കുന്ന കണ്ടക വ്യാഴൻ ദോഷം വരുത്തത്തുള്ളൂ. സ്വന്തം ആരോഗ്യവും ശ്രദ്ധിക്കണം. എന്നാൽ വാഹന സംബന്ധമായ ഗുണമാണ്. അതുപോലെ സാമ്പത്തികമായിട്ടുമൊക്കെ കുറച്ചുകൂടെ ഗുണം കാണുന്നു. കുടുംബത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രത ഈ ആഴ്ചയും ഇവർക്കുണ്ടാകുന്നതാണ്. 2ാം ഭാവത്തിലെ ശനി, 7ര ശനി പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് കാണുന്നു. അതുകൊണ്ട് ഒരുപാട് അഹങ്കാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ആനന്ദിക്കുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പരാജയത്തിൻ്റെ റിസൾട്ട് വരും. അതുകൊണ്ട് വളരെ ഒരു മധ്യമായ അവസ്ഥയോടുകൂടി മനസ്സിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അമിതാഹ്ലാദമോ അമിതമായ അഹങ്കാരമോ ഒന്നും തന്നെ പാടില്ല. അഹങ്കാരം ഒട്ടും തന്നെ പാടില്ല. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മുഖം, കണ്ണ്, പല്ല്, തല ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തലമുടിയുമായി ബന്ധപ്പെട്ടോ ത്വക്കുമായി ബന്ധപ്പെട്ടോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ 3ാം ഭാവത്തിലെ രാഹു ഇവർക്കിപ്പോൾ എന്തെന്നില്ലാത്ത ചില ഉത്സാഹവും ജീവിതത്തോടും അതുപോലെ തന്നെ കർമ്മരംഗത്തോടുമൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കാനുള്ളൊരു മനസ്സും കൊടുക്കും. അത് വളരെ നല്ലതാണ്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയം കാണുന്നുണ്ട്. സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് ഗുണം ഇവർക്ക് കാണുന്നു. സഹോദരന്മാർക്ക് ചെറിയ ശാരീരികമായ അവശതയോ ത്വക്കുരോഗമോ ഉണ്ടാകാം. ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ സഹോദരന്മാരിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഗുണമാണ് കാണുന്നത്. പെട്ടെന്ന് എടുക്കുന്ന പല തീരുമാനങ്ങളും ഇവർക്കിപ്പോൾ ഗുണകരമായി വരും. യാത്രയും ഹ്രസ്വയാത്രകൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 29, 1, 2 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയുടെയും 3-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ 2ാം ഭാവത്തിലെ രാഹുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതുവും. 2 നാവ്, കുടുംബം, വിദ്യാഭ്യാസം, ബുദ്ധി എല്ലാം ചിന്തിക്കണം 2 കൊണ്ട്, തൊഴിൽ രംഗം ഉൾപ്പെടെ. അപ്പോൾ അത്രയും ഭാവത്ത് രാഹുവിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പറയാൻ പാടില്ലാത്തത് പറയുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക, കുടുംബത്തിൽ തന്നെ തങ്ങളെക്കുറിച്ചുള്ള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുക, ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രാഹു ഇവിടെ നിന്നുകൊണ്ട് 8ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ നോക്കുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും 8ഉം വഷളാകുന്നു. 8 പറയുമ്പോൾ ശരീരത്തിൻ്റെ അവശത, അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ, അങ്ങനെ പൊതുവേ ജീവിതത്തിന് വിഘാതമായി നിൽക്കുന്ന പല കാര്യങ്ങളും ഇട്ടുകൊണ്ട് ചിന്തിക്കണം, മരണം ഉൾപ്പെടെ. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാം. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേർപാടുകളിൽ ദുഃഖിക്കേണ്ടി വന്നേക്കാം. അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ പങ്കുകൊള്ളേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനിയും ഒട്ടും ദോഷക്കാരനല്ല. തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ആശങ്കകൾ, ദുഃഖം ഇതെല്ലാം വരുത്തും. 3ാം ഭാവത്തിലെ വ്യാഴം സ്വാഭാവികമായും സാമ്പത്തികമായി പരുങ്ങലുണ്ടാക്കും.
ഇവർക്കിപ്പോൾ ഗുണകരമായി നിൽക്കുന്നത് ഒരുപക്ഷെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനിയും ദോഷം ചെയ്യുമ്പോൾ സൂര്യനും ദോഷമാണ് ചെയ്യുന്നത്. എന്നാൽ 12-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടം കൊടുക്കും. 12-ലെ ശുക്രനും മറ്റു ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം 12-ലെ ശുക്രൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും 4ഉം 9ഉം ഭാവാധിപനായ ശുക്രനാണ് ഇവർക്ക് 12-ൽ നിൽക്കുന്നത്. ഭാഗ്യത്തിന് തടസ്സമുണ്ടാകുമെങ്കിലും പല വലിയ കാര്യങ്ങളും പരാജയപ്പെടുമെങ്കിലും തൽക്കാലം സാമ്പത്തികമായ നേട്ടം ഇവർക്ക് കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വരുന്ന കാലങ്ങളാണ് കൂടുതൽ നല്ലത് കുംഭക്കൂറുകാർക്ക്. ഇപ്പോൾ പല നിവൃത്തികേടുകളും ഇവരെ ഭരിച്ചെന്നിരിക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകാൻ തക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇപ്പോൾ ലഭിക്കും. അതുകൊണ്ട് തൽക്കാലം തൃപ്തനാകുക. വരുന്ന കാലങ്ങൾ വളരെ ഗുണകരമായിരിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക. ശനിദേവനെയും നാഗരെയും ഗണപതിയെയും മഹാവിഷ്ണുവിനെയും ഒക്കെ പ്രാർത്ഥിക്കണം. ആ ഓരോ ഉപാസനാമൂർത്തി കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തിയുടെ ലഘുവായ മന്ത്രം മാത്രം ചൊല്ലി മുന്നോട്ട് പോവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25 പിന്നെ 2 ദിവസങ്ങളാണ് താരതമ്യേന ഗുണമുള്ളത്. മീനക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ജന്മത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും 7-ൽ സഞ്ചരിക്കുന്ന കേതുവും ജീവിതത്തിൽ ഇവരുടെ പല നേട്ടങ്ങളെയും കോട്ടങ്ങളാക്കി മാറ്റുന്ന തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുവും കേതുവും ഛായാഗ്രഹങ്ങളാണ്. ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുക, ഉള്ളത് ഇല്ല എന്ന് തോന്നിപ്പിക്കുക. സ്വാഭാവികമായും അത് ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. തങ്ങളുടെ തന്നെ ഇമേജിനെ, പ്രതിച്ഛായയെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പോകാം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇൻഫെക്ഷനാണ് രാഹുവും കേതുവും സമ്മാനിക്കുന്നത്. വിഷം ശരീരത്തിൽ കടക്കാം. വിഷം ശരീരത്തിൽ കടക്കാൻ കാരണം നമ്മുടെ തന്നെ ദുസ്വഭാവങ്ങളാവാം. ലഹരി ഉപയോഗിക്കുന്നതിനാണെങ്കിൽ ലിവർ സംബന്ധമായോ വൃക്ക സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാം. അത് ശരീരത്തെ വിഷമയമാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ദ്രാവക രൂപത്തിലുള്ള രാശിയിലാണ്, അതായത് ജലരാശിയിലാണ് രാഹുവിൻ്റെ നില. അതുകൊണ്ട് തന്നെ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് ശരീരത്തിൽ വിഷം ചെല്ലാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വൈഷ്ണവ ക്ഷേത്രത്തിൽ, അതായത് വിഷ്ണുവിൻ്റെ, അതായത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ വലിയ ദ്രോഹങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ കരുതണം. 2-ലെ വ്യാഴം ഇവർക്ക് സാമ്പത്തികമായ നേട്ടം എന്തായാലും സമ്മാനിക്കും. അതുപോലെ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും കലയുമായി ബന്ധപ്പെട്ടും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക വിജയം നേടിത്തരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ ഒരു പരിധിവരെ ഇവർക്ക് നിയന്ത്രിക്കാൻ തങ്ങളുടെ സാമ്പത്തിക ശക്തി കൊണ്ട് സാധിക്കും. എന്നാൽ കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളോ ഒന്നും തന്നെ പണം കൊണ്ട് മാറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. ശനിദേവനെ ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാതെ ഇരിക്കുക. ആഹാരം കൊടുക്കുക. വ്യാഴാഴ്ച ഓം നമോ നാരായണായ ജപിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വ്യാഴത്തിന് ദോഷാവസ്ഥ മാറും. ധനസംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഓം ശ്രീ ഗണപതയെ നമ ജപിക്കുക. അല്ലെങ്കിൽ ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രത്യേകമായി ദർശനം നടത്തുക. അതുപോലെ തന്നെ ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷത്തിന് നാഗർക്ക് 100 പാലും കൊടുക്കുക. പ്രത്യേകിച്ചും ആ ആയില്യം നാളിനോ അല്ലെങ്കിൽ ഓരോ നാളുകാർക്കും ഉണ്ടാകുന്ന കഷ്ടതയനുസരിച്ച് അവരുടെ നാളിൻ്റെ അന്നും പക്കനാളിനും കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.